നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MAT 202 പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന S4 2019 സ്കീം സ്റ്റുഡൻസ് പഠിക്കുന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2021 ജൂലൈയിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്, 3 മാർക്കിൻ്റെ. അടുത്ത 3-ാമത്തെയും 4-ാമത്തെയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. A continuous random variable x has a PDF f of x equal to k by 1 plus x square minus infinity less than x less than infinity. Determine k and probability of x greater than or equal to 0. അപ്പോൾ k ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഫോർ ദാറ്റ് നമുക്ക് പ്രോപ്പർട്ടി PDF-ൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ എന്താ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ് അല്ലേ. Therefore, ഇവിടെ integral minus infinity to infinity k by 1 plus x square dx equal to 1 എന്ന് എഴുതാം. ആ kനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. Integral minus infinity to plus infinity 1 by 1 plus x square ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ഇത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് ഇവിടെ ലിമിറ്റ് കൊടുക്കുന്നത്. 1 plus x square ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇൻ്റഗ്രൽ 2 times integral 0 to infinity 1 by 1 plus x square എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി 2k ഇൻറ്റു ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് വരിക അല്ലേ. ഫ്രം 0 to infinity എന്ന ലിമിറ്റ് കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1. 2k ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി പറഞ്ഞാൽ പൈ ബൈ 2 ആണ് അല്ലേ. മൈനസ് ടാൻ ഇൻവേഴ്സ് 0 പറയുമ്പോൾ 0. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 വരും. ദെർഫോർ 2k ഇൻറ്റു പൈ ബൈ 2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഈ 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ k ഈക്വൽ ടു 1 ബൈ പൈ എന്ന് നമുക്ക് ആൻസർ കിട്ടും. k ഈസ് 1 ബൈ പൈ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ 1 ബൈ പൈ ആണ്. ഓക്കെ, ഇതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കണ്ടുപിടിക്കാനാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കെയുടെ വാല്യൂ നമുക്കറിയാം 1 ബൈ പൈ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലെ. എഫ് ഓഫ് എക്സ് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അത് എഫ് ഓഫ് എക്സിൽ 1 ബൈ പൈ ആണ് കെയുടെ വാല്യൂ. 1 ബൈ പൈ ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഫ്രം 0 ടു ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ഈസ് പൈ ബൈ 2 മൈനസ് 0 അല്ലേ. ടാൻ ഇൻവേഴ്സ് 0 is 0. ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല, പൈ ആണ് കേട്ടോ. ദിസ് ഇസ് പൈ. അപ്പോൾ 1 ബൈ പൈ ഇൻറ്റു പൈ ബൈ 2 ആൻസർ എന്ത് വരും, 1 ബൈ 2. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. സെക്കൻഡ് മൊഡ്യൂൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നുള്ള. അടുത്ത 4-ാമത്തെ ചോദ്യം നോക്കാം. A random variable x follows exponential distribution with the mean 3. Find probability of x greater than 3 and variance of x. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് എഴുതാം. എഫ് ഓഫ് എക്സ് എസ് തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് അല്ലേ. തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ്, അല്ലെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ച് പഠിച്ചിട്ടുണ്ടാവും 1 ബൈ തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ തീറ്റ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, എക്സ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി. മീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, വാട്ട് ഇസ് മീൻ ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ? 1 ബൈ തീറ്റ ആണ്. 1 ബൈ തീറ്റ ഈസ് 3. ദാറ്റ് ഇംപ്ലൈസ് തീറ്റ ഈസ് 1 ബൈ 3. തീറ്റയുടെ വാല്യൂ 1 ബൈ 3 ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ നമുക്കിവിടെ തീറ്റയുടെ വാല്യൂ 1 ബൈ 3 കൊടുത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 ബൈ 3 ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 3 എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇപ്പോഴും നമ്മുടെയുള്ള PDF. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3 കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രൽ 3 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ 3 ഇൻറ്റു ഇൻ്റഗ്രൽ 3 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 3 ഡി എക്സ് എന്ന് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ 3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 3 ഡിവൈഡഡ് ബൈ മൈനസ് 1 ബൈ 3 എന്ന് കിട്ടും. ഫ്രം 3 ടു ഇൻഫിനിറ്റി, 3 ആണ് 0 അല്ല, 3 ടു ഇൻഫിനിറ്റി. ഇതിലെ 1 ബൈ 3 കട്ട് ചെയ്ത് കളയാം. ബാലൻസ് ഒരു മൈനസ് ഇവിടെ കാണും. പിന്നെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി പറഞ്ഞാൽ അത് 0 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 എന്ന് ഒരു ഫസ്റ്റ് അപ്പർ ലിമിറ്റ്. അപ്പോൾ മൈനസ് അവിടെ ഉണ്ട്, മൈനസ് ഞാൻ പുറത്തെടുത്ത് ഇവിടെ 0 എന്ന് എഴുതി. ഇനി മൈനസ് ലോവർ ലിമിറ്റ് 3 കൊടുത്താൽ ഇ റേസ് ടു മൈനസ്
3/3 ഡിവൈഡഡ് ബൈ ഒരു മൈനസ് അത് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ദിസ് ഇസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e⁻⁻1 1/e ആയിരിക്കും ഇതിൻ്റെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്നത് 1/3. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ വാരിയൻസ് കണ്ടുപിടിക്കണം. വാരിയൻസ് ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമുക്ക് ഇതിനകത്ത് വാരിയൻസും കൂടെയാണ് കണ്ടുപിടിക്കേണ്ടത്. വാരിയൻസ് ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്താ? 1/θ² അല്ലേ. ഇവിടെ ഓൾറെഡി നമുക്ക് തീറ്റയുടെ വാല്യൂ എത്രയെന്ന് അറിയാം, 1/θ is 3 എന്നറിയാം അല്ലേ. അപ്പോൾ 1/θ² എന്ന് പറയുമ്പോൾ വാരിയൻസ് എന്തായിരിക്കും? 3². ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ആണ് 9. വാരിയൻസ് വിൽ ബി 9. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്, 3 മാർക്കിന് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. ഓക്കെ, വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.